ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് വെച്ചാൽ വീഡിയോ ഒന്നും ഇല്ലാത്തത് എന്താന്ന് വെച്ചാലേ നമ്മുടെ ഫോണ് ഇന്നലെ കുഞ്ഞുവിൻ്റെ കയ്യിൽ നിന്നൊന്ന് കേട് വന്നല്ല, അവൻ ആച്ചൂട്ടന് ലോക്ക് അറിയില്ല. നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ആച്ചൂട്ടന് അറിയില്ല. ആച്ചൂട്ടന് ലോക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആച്ചൂട്ടൻ വാട്സപ്പ് ഒക്കെ എടുത്തിട്ട് എല്ലാവർക്കും ഓരോ മെസ്സേജൊക്കെ അയക്കുള്ളൂ. അവനറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആച്ചൂട്ടന് ലോക്ക് പറഞ്ഞു കൊടുക്കില്ല. ഇഷമോൾക്ക് പിന്നെ ലോക്ക് അറിഞ്ഞാലും അവൾ അങ്ങനൊന്നും ചെയ്യില്ല കേട്ടാ. അപ്പോൾ ആച്ചൂട്ടനും ഇഷമോൾക്കും ലോക്ക് അറിയില്ല. എനിക്കും കുഞ്ഞുവിനും മാത്രം അവിടെ ലോക്ക് അറിയുള്ളൂ ഫോണിന്റെ. അപ്പോൾ ആച്ചൂട്ടൻ എങ്ങനെയോ നമ്മുടെ ഫോണിന്റെ ലോക്ക് കണ്ടുപിടിച്ച്. അപ്പോൾ അവ കണ്ടുപിടിച്ചപ്പോൾ എപ്പോഴും വാട്സപ്പ് എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക, അപ്പോൾ ഓരോന്നൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ ലോക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞു എന്ത് ചെയ്തു? അവന് ലോക്ക് പടിഞ്ഞപ്പോൾ ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞു വേറെ ലോക്ക് ഇട്ടു. രാത്രി ആട്ടാ ലോക്ക് ഇട്ടത്. രാത്രി അപ്പൊ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടേക്കണെന്ന് പറഞ്ഞോട്ടാ. രാവിലെ ഞാന് നമ്പർ അടിച്ചിട്ട് തുറക്കാറില്ലേ, നമ്മള് നമ്മുടെ ഫിംഗർ വെച്ചിട്ടാ തുറക്കാറിട്ട്. അപ്പൊ രാവിലെയൊക്കെ ഞാൻ അങ്ങനെ ഫിംഗർ വെച്ചിട്ട് തുറന്നിട്ടുണ്ടായി. പിന്നെ ഞാൻ അങ്ങനെ നമ്മുടെ സ്റ്റാറ്റസും ഇതൊക്കെ നോക്കൂല രാവിലെ. അതൊക്കെ നോക്കി ഞാൻ അങ്ങനെ മിറ്റടിക്കാൻ പോയിട്ടാ. മിറ്റടിച്ച് കഴിഞ്ഞ് വന്നപ്പോ ഫോണ് ഓണാക്കിയപ്പോൾ ഓൺ ആവണില്ല. അതിന്റെ ഇടയിൽ ഇവ എണിച്ച് വന്നിട്ട് നമ്പർ അടിച്ചു. ഇവൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ട് അടിച്ച നമ്പർ അടിച്ചു നോക്കിയപ്പോൾ അത് തുറന്നില്ല. വീണ്ടും വീണ്ടും കുറേ നമ്പറുകൾ അവ മാറി മാറി അടിച്ചു നോക്കിയപ്പോൾ ഫിംഗർ പ്രിന്റും പോയി, നമ്പർ ലോക്കും പോയി, ഫേസ് ലോക്കും പോയി, എല്ലാം പോയി. ഫോണ് നമുക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടാ. അപ്പം ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു, ഇന്നലെ കടകളൊന്നും തുറക്കൂല. കടയിൽ പോയി നോക്കി ഞാൻ, അപ്പോൾ കട ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ആകെ ടെൻഷനായിരുന്നു. ഫോണില്ലാത്തൊരവസ്ഥ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന സംഭവമല്ലേ ഈ ഫോൺ. അതൊരു ലേശം നേരം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങറാണ്. അത് ഇന്നലെ നല്ല മനസ്സിലായിക്കണു കേട്ടോ. അങ്ങനെ അങ്ങനെ ഇന്നലെ കുറെ ചീത്ത കേട്ടിട്ട് അതിനെ അടിച്ചൊന്നുമില്ല. അവന് ഓർമ്മയില്ല. അവന് കുറേ നമ്പറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ തൊടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അവൻ എന്നെ കാണാതെ ഓരോ നമ്പറൊക്കെ അടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അവന് ഓർമ്മയില്ല. അത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് അടിയൊന്നും കിട്ടിയില്ല. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാൾക്കും ചീത്ത കേൾക്കൂട്ടാ. അപ്പോൾ മൂന്നാൾക്കും ചീത്തക്ക് കേട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് നേരം വിളിക്കട്ടെ, എന്നിട്ട് വേണം കടയിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ കടയിൽ കൊണ്ടുപോയി സംഭവം കൊടുത്ത്. ഫോർമാറ്റ് ചെയ്യൂലോ, നമ്മളെ ലോക്ക് തുറക്കണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യണ്ടേ. ഫോർമാറ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് പോയി. എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു എൻ്റെ ചാനൽ പോവോ എന്ന് മാത്രമേ എനിക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ഇങ്ങനെ ഉയർത്തി 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 കൊണ്ടുവന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങറല്ലേ. അപ്പോൾ അത് പോവോന്നുള്ള ഒരു വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമെയിൽ ഐ ഡി ആ സമയത്ത് ടെൻഷൻ കാരണം അത് ശരിയാവോ തെറ്റാവോ എന്നുള്ളത് ഓർമ്മയില്ല. അങ്ങനെ ആകെ ബേജാറായിട്ട് ആകെ ഒരു ജാതി അവസ്ഥയായിരുന്നു. ഒരു ടെൻഷൻ നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട്. എന്നിട്ട് കൊണ്ടുപോയി കൊടുത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ ഫോൺ സെറ്റായിട്ട് കിട്ടി. ഇവിടെ വന്ന് ഇമെയിൽ ഐ ഡി അടിച്ചപ്പോൾ തുറക്കണില്ല. അപ്പൊ എനിക്ക് പിന്നെ ആകെ ടെൻഷനായിട്ടാ. പിന്നെ ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഈ നേരം വരെ. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയിക്കല്ലേ, കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ചോറും കൂട്ടാനൊന്നും വെച്ചിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ മീനൊക്കെ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. മീൻകറിയൊക്കെ വെക്കണം, ചോറും വെക്കണം. അപ്പോൾ ഇത് ശരിയാ, ചാനൽ പോവോ എന്ന് മാത്രമേ എനിക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പോയാൽ പൊക്കോട്ടെ എന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പോയി. ഗാലറിയിലുള്ള ഫോട്ടോസ് കംപ്ലീറ്റ് പോയി. പിന്നെ ഇമെയിൽ ഐ ഡി അടിച്ച് എങ്ങനെയോ പ്ലേ സ്റ്റോർ ഓൺ ആക്കണമെങ്കിൽ വരെ നമുക്ക് ഗൂഗിൾ തന്നെ നമുക്ക് തുറക്കണമെങ്കിൽ ഇമെയിൽ ഐ ഡി വേണ്ടേ. അപ്പോൾ എങ്ങനെയോ ശരിയായി. എന്തോ ഉച്ചയായി. ഫോൺ എൻ്റെ കയ്യിൽ 10-11 മണിയാകുമ്പോഴേക്കും ശരിയാക്കി കിട്ടി. പക്ഷേ ഇതെല്ലാം സെറ്റായി. കുറേ വട്ടം ഇമെയിൽ ഐ ഡി അടിച്ചടിച്ചിട്ടാണ് ശരിയായത്. ഒരു കുത്തിനോ സ്പേസിനോ പാസ്വേഡ് അടിക്കുമ്പോൾ ഓരോ കുത്ത് കോമ അതിനൊക്കെ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തെറ്റുമോ എന്നൊക്കെ, പിന്നെ തെറ്റുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് അടിക്കണത് തന്നെ. അപ്പോൾ പിന്നെ തെറ്റൂലോ. അങ്ങനെ എങ്ങനെയൊക്കെ ശരിയായി. ആദ്യം പ്ലേ സ്റ്റോർ ഓണായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്ത് തന്നെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചാനൽ അതിലുണ്ട്. അതന്നെ കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായിട്ടാ. പിന്നെ ഇൻസ്റ്റാഗ്രാം എടുത്തു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും അതെല്ലാം അതിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇട്ട വീഡിയോസൊക്കെ അതിൽ തന്നെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓരോന്ന് ഇപ്പം എടുത്ത് ശരിയാക്കിയിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇന്നലെയൊക്കെ രക്ഷിക്കാനൊന്നും അവർക്ക് ഇങ്ങോട്ട് വിളിക്കാനും പറ്റിയിട്ടില്ല, എനിക്ക് അങ്ങോട്ട് വിളിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അവരെന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം ഞാനിപ്പോൾ അതൊക്കെ ശരിയായപ്പോൾ വാട്സപ്പൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. കുട്ടികൾ വരാറായിട്ടുണ്ട്. എനിക്ക് ചോറ് കൂട്ടാനും ഒക്കെ വയ്ക്കണം, തിരുമ്പണം, കുറേ പണിയുണ്ട് കേട്ടോ. രാവിലെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. ചോറും കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആകെ ടെൻഷനായ കാരണം നേരെ മൊബൈൽ കടയിലേക്ക് പോയി. ഇപ്പം ഇനി അതൊക്കെ ചെയ്യും.
ഇപ്പോഴാണ് മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞത് കേട്ടാ. ഇന്നലെയൊക്കെ ഞാനിവിടെ ആരോ മരിച്ച പോലെ ഇരുന്നിരുന്നത്. ആകെ ടെൻഷനായിട്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഫോണൊക്കെ നാശമായി കഴിഞ്ഞാൽ നേരാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. അതും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടി അലയ്ക്കുമ്പോൾ ദേഷ്യവും സങ്കടവും കരച്ചിലൊക്കെ വരും. അപ്പോൾ എന്തായാലും ശരിയായി. കുറേ പൈസ ഒന്നും ആയില്ല, കുറച്ച് പൈസ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയായി. ഇനി എന്തായാലും കുറേ പണികളുണ്ട്, അതൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ സന്തോഷമായിട്ട് ചെയ്യാലോ. ഫോണ് ശരിയായില്ല. എനിക്ക് കൂടുതൽ യൂട്യൂബ് പോകുമെന്നുള്ള വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോസൊക്കെ പോയാൽ പോട്ടെ. നമ്മുടെ വീഡിയോസിൽ പണ്ട് മുതലേ ഉള്ള വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിലുണ്ടല്ലോ, എല്ലാവരെയും കാണാമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോ ഇടാഞ്ഞതും. പിന്നെ ഇന്നിപ്പോൾ 2 മണിയാകുമ്പോഴൊന്നും വീഡിയോ ഒന്നും വന്നിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ മുടക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷനൊന്നും വരില്ല. നിങ്ങൾക്ക് പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടൊക്കെ ഒന്ന് വിവരം വന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. പിന്നെ നമ്മുടെ ഇത്ര നാൾ നമ്മൾ ഇതൊക്കെ ഇട്ടതൊക്കെ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വന്ന് പറയാമെന്ന് വിചാരിച്ചു. സമയമൊന്നും നോക്കണ്ട വിചാരിച്ചു. അപ്പോൾ ഇനി എന്തായാലും ഫോണ് ഇനി ഞാൻ ജന്മത്തിൽ ലോക്ക് ഇടില്ല. എനിക്ക് പേടിയായി. കുട്ടികളെ ചീത്ത പറയാലോ ഫോൺ എടുത്ത് കളിക്കണേന്. ഇനി പേടിയാട്ടോ. നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ്. അപ്പം എന്തായാലും എന്താ പറയുക, തിരിച്ച് കിട്ടി, സന്തോഷമായി. ഇനി സ്കൂളൊക്കെ തുറന്നു, മക്കളൊക്കെ പോയിട്ട്. പിന്നെ റഷിക്ക് വിളിക്കാറില്ലേന്ന് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. റഷിക്ക് വിളിക്കാറുണ്ട് കേട്ടോ, ഡെയിലി വിളിക്കും. ചിലപ്പോൾ ഒന്നരാടം ഒരു ദിവസം വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ വിളിക്കുകയൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഡെയിലി എന്നും വിളിക്കാൻ പറ്റിച്ചെങ്കിൽ എന്നും വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവിടെ സുഖമായിട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.